നമസ്കാരം. ഹായ് എവരിവൺ. എല്ലാവർക്കും ശിവദാൻ ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. Please guide me, 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 എൻ്റെ മെസ്സേജ് എന്തെല്ലാം പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ മെസ്സേജ് എന്തെല്ലാമാണെന്നോ. പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, എൻ്റെ വ്യൂവേഴ്സിനുള്ള മെസ്സേജ് എന്തെല്ലാമാണ്. പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, വ്യൂവേഴ്സിനുള്ള മെസ്സേജ് എന്തെല്ലാം. പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ മെസ്സേജ് എന്തെല്ലാം. പ്ലീസ് ഗൈഡ് മീ, 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 വ്യൂവേഴ്സിൻ്റെ മെസ്സേജ് എന്തെല്ലാം. പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ്. ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് നല്ല ടൈമായി കഴിഞ്ഞെന്നാണ് പറയുന്നത്. വെരി ഹാപ്പിയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കാണ്, ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആണ്. പ്രയോറിറ്റി എപ്പോൾ സെറ്റ് ചെയ്യുക എന്നതാണ് വേണ്ടത്. നിങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ കുറച്ച് സമയം കൊടുക്കുക. അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. പണവും സന്തോഷവും സ്നേഹവും എല്ലാം നിങ്ങൾക്കുണ്ടെന്നാണ് കാണിക്കുന്നത്. നിങ്ങളൊരു സെപ്പറേഷനിലൂടെയാണ് പോകുന്നതെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത് വന്നത് 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 10 ഓഫ് കപ്സ് നിങ്ങൾക്കൊരു ഡൊമസ്റ്റിക് ഹാപ്പിനെസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പുതിയ വികാരം വരുന്നു. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു. നിങ്ങൾ നല്ല ഒരു വ്യക്തിയായി മാറി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നന്നായി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു കംപ്ലീഷൻ തോന്നുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ക്രിയേറ്റിവിറ്റി തുടരുമെന്നും കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്നതെന്തും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത് വന്നിട്ടുള്ളത് ഒരു 7 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. മോസ്റ്റ് പ്രോബബ്ലി ചതിക്കപ്പെടാനാണ് ഇത് സാധ്യത. ഒരു ചതിയിൽപ്പെടാനാണ് സാധ്യത എന്നാണ് കാണുന്നത്. റോങ് റിലേഷൻഷിപ്പ്, റോങ് ബിസിനസ്, റോങ് ജോബ്. നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് തിരിഞ്ഞു പോവുക. ചില ആൾക്കാർ ഏറ്റവും അടുത്ത, അതായത് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആൾക്കാർ ചീറ്റ് ചെയ്തെന്ന് കാണുന്നുണ്ട്. ആ ചീറ്റ് ചെയ്ത ആൾക്കാർ നിങ്ങൾക്കറിയാവുന്നവരും നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവരും ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിന്നിട്ട് കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാകും. ഒന്നുകിൽ ഓഫീസിൽ, അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതോ ഒരു കാര്യത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ച, ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആൾക്കാർ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അടുത്തൊരു പേജ് ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയാണ്. ഹീ ഈസ് ഫോക്കസിങ്. റിസ്ക് എടുക്കണം, അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ. ഒരു പുതിയ തുടക്കമാണ്. ഏത് രീതിയിലായാലും ഒരു ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് വരുന്നെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെന്നും കാണുന്നുണ്ട്. അത് ബാലൻസിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു. ഒന്നുകിൽ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടാകും. ക്യാഷ് സംബന്ധമായൊരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഒന്നുകിൽ ഒരു ലോണിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്ന് കിട്ടാനുള്ളതിന് കാത്തിരിക്കുകയായിരിക്കാം. അല്ലെങ്കിൽ പൈസ കിട്ടാനുള്ള ഒരു കാര്യം നിങ്ങൾ തുടങ്ങാൻ പോകുന്നുവെന്നും കാണുന്നുണ്ട്. ഒരു പുതിയ തുടക്കമാണ്. അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ ഒരു റിസ്ക് എടുക്കുന്നെന്ന് കാണുന്നു. ഒരു ഫ്യൂച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നല്ല ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ലൈഫിൽ ഗ്രോത്താണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങൾക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. അടുത്തൊരു നൈറ്റ് ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തുകയാണ്. പല കാര്യങ്ങളും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യുന്നില്ല. പ്രാക്ടിക്കൽ മൈൻഡാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. ചില ആൾക്കാർക്ക് കുറേയധികം പൈസ നഷ്ടപ്പെട്ടു എന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് ബിസിനസ് നടത്തി നഷ്ടപ്പെട്ടതാകാം. ചില ആൾക്കാർക്ക് ചീറ്റിംഗ് വഴി നഷ്ടപ്പെട്ടതാകാം. ചില ആൾക്കാർ ഏതോ ഒരു കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെട്ടതാകാം.
ഇപ്പോൾ നിങ്ങൾ പണത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പണത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായി നോക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നും കാണുന്നുണ്ട്. വളരെ ഹാപ്പിയായി അത് ചെയ്യുകയും ചെയ്യും. എന്തു വന്നാലും നേരിട്ട് കളയണമെന്നുള്ള ചിന്തയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. ഏതോ ഒരു അദൃശ്യ ശക്തി നിങ്ങളുടെ കൂടെയുണ്ടെന്ന് നിങ്ങൾ ഇപ്പോൾ തോന്നുന്നുണ്ടാകും. ആ ശക്തി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നൽ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയെങ്കിലേ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്ത് വന്നിട്ടുള്ളത് ഹെർമിറ്റിൻ്റെ എനർജിയാണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്ന ഇൻട്രോസ്പെക്ഷൻ, അതായത് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അതായത് നമ്മൾ നമ്മുടെ അകത്തേക്ക് തന്നെ നോക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കണം, ഡീപ്പായി റിഫ്ലക്റ്റ് ചെയ്യണം, ഇന്നർ ഗൈഡൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോൾ നോളജ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒറ്റയ്ക്കിരുന്ന് റിഫ്ലക്റ്റ് ചെയ്യുക എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള പാത ഏതെടുക്കണമെന്ന ഒരു ക്ലാരിറ്റി നിങ്ങൾക്കില്ല. ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വരുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ട്. എന്നാൽ അതെപ്പോൾ, എങ്ങനെ, അതിനുവേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെടുക്കണം, ഇതൊന്നും മനസ്സിലാകാൻ പറ്റാത്ത സമയമാണ് നിങ്ങൾക്കുള്ളത്. സോൾ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അൺവാണ്ടഡായ എനർജി ട്രാൻസാക്ഷനിൽ നിന്നും മാറി നിൽക്കുക. അൺനെസറി ആയിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും ഒഴിഞ്ഞ് നിങ്ങളുടെ സെൽഫ് ടൈം കണ്ടെത്തുക. മെഡിറ്റേറ്റ് ചെയ്യുക. നമ്മുടെ മെറ്റീരിയലിസ്റ്റ് ലൈഫിൽ ഉപരി നമ്മുടെ സോളിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന അവിടെ സന്തോഷവും ദുഃഖവും പ്രശ്നങ്ങളും ഒന്നുമില്ല. അവിടെ നത്തിങ്സ് ആണ്. അവിടേക്ക് നിങ്ങൾ എത്തുന്നുവെന്നാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടൊരു ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഫോളോ യു പാഷൻ. നിങ്ങൾക്ക് പുതിയ തുടക്കത്തിലുള്ളൊരു അവസരമാണ്. ഇമോഷൻ കൂടുമ്പോൾ ചിന്തിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് വരുന്നത് ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റിയാണ്. പെട്ടെന്നൊരു കാര്യം നടക്കില്ലെന്നാണ് പറയുന്നത്. ശൂന്യതയിൽ നിന്ന് വരുന്ന ഒരു കയ്യാണ്. ഭൂമിയിൽ തൊട്ടില്ല, വളർന്നുകൊണ്ടിരിക്കൂ, എന്നാൽ ഗ്രോത്ത് ഉണ്ടായില്ല, പെട്ടെന്ന് നടക്കില്ല എന്നാണ് പറയുന്നത്. ഒരുപാട് മലകളും നദികളും ചാടിക്കടന്ന് വേണം നിങ്ങളുടെ എത്തേണ്ട സ്ഥാനത്ത് എത്താൻ. നമ്മുടെ പാഷൻ പെട്ടെന്ന് നടക്കില്ല എന്ന് പറയുന്നത്. നമുക്ക് തുടരാം എന്ന് പറയുന്നത്. ഒരു പുതിയ തുടക്കം ആണ് വരാൻ പോകുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു വേൾഡ് കാർഡാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം അവസാനിപ്പിച്ച് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം വരുന്ന ഒരു കംപ്ലീഷനാണ്. സക്സസ്ഫുൾ വേൾഡ് കാർഡ് കംപ്ലീഷൻ, ഈ ന്യൂ ബിഗിനിങ് ആണ്. അത് നിങ്ങൾക്ക് മിറാക്കിൾ കൊണ്ടുവരുമെന്നും കാണുന്നുണ്ട്. ഒരു സന്തോഷ വാർത്ത കേൾക്കും എന്നും കാണുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നു. അതിനുള്ള പവർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം. പലരും അത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് ഇത്രയധികം പവർ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻസിനെയൊന്നും വിശ്വസിക്കുന്നുമുണ്ടാവില്ല. നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു കഴിവുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവിചാരിതമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആയിരിക്കും. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ നിങ്ങൾക്കിത് റെസിനേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങളുടെ എനർജിയുമായി ഒത്തുപോകുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതേപോലെ യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും മറക്കരുത്. താങ്ക് യു.